തെൻപാണ്ടി ചീമയിലെ തേരോടും വേദിയിലെ മാൻ പോല വന്നവനെ യാരടിത്താരോ യാരടിത്താരോ യാരടിത്താരോ. പുലമൈദത്തിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയപ്പോൾ 89-ൽ പിറന്നത് ഇന്ത്യൻ സിനിമ എക്കാലവും കണ്ട ഇമോഷണൽ ഗാങ്സ്റ്റർ മൂവിയായിരുന്നു. PC ശ്രീറാമിന്റെ ഛായാഗ്രഹണത്തിന് മണിരത്നം കമൽ കോംബോയുടെ ആദ്യ ഹിറ്റ് ചിത്രം 38 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസിലൂടെ വെള്ളിത്തിരയെ വിസ്മയമാക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ കാർന്നവരായ ഗോഡ് ഫാദറായ നായകൻ, ഒരു സാധാരണ ചേരിയിൽ വളർന്ന വേലു നായ്ക്കർ തന്റെ ജീവിത സാഹചര്യം മൂലം പിന്നീട് എല്ലാവരും ബഹുമാനിക്കുന്ന ബോംബെ അണ്ടർവേൾഡായി മാറിയത് എങ്ങനെ? തനിക്ക് ഓരോ ഘട്ടങ്ങളിലായി ഉണ്ടായ നഷ്ടങ്ങളും സന്തോഷങ്ങളും വേലു നായ്ക്കർ അതിജീവിച്ചത് എങ്ങനെ? ഇതിന്റെ എല്ലാം ഉത്തരം സിനിമയിൽ വളരെ മനോഹരമായാണ് മണിരത്നം അവതരിപ്പിച്ചിരിക്കുന്നത്. 1972-ൽ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദി ഗോഡ് ഫാദർ എന്ന സിനിമയുടെ അഡോപ്റ്റേഷനായി വന്ന നായകന് 1988-ൽ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ, ബെസ്റ്റ് സിനിമറ്റോഗ്രഫി, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന അവാർഡുകൾ ലഭിച്ചിരുന്നു. സിനിമ എന്ന സ്വപ്നം കണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രേക്ഷകർ വർഷം എത്ര കഴിഞ്ഞാലും നായകൻ എന്ന പേര് മറക്കില്ല. കാരണം അത്രയും ശക്തമാണ് അതിലെ ഓരോ ഷോട്ടും അഭിനയവും സംഗീതവും ഒക്കെ. കഴിഞ്ഞിട്ടില്ല, ഇന്ത്യൻ സിനിമയിൽ പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ആണ്ടവർ കമൽ ഹാസൻ തന്റെ കളങ്ങൾ നീക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ.